ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മളും തയ്യാറാക്കാൻ പോകുന്നത്. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിവിടെ പിലോപ്പി എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ മീൻ ക്ലീൻ ചെയ്യാം എന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പിലോപ്പി മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ ക്ലീനൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴും മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കി അതിൻ്റേതായ ഒരു ടേസ്റ്റ് പ്രത്യേകം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൺചട്ടിയിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ മീഡിയം സവാള, ഒരു തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഒരു 2-2.5 ടീസ്പൂണോളം വരെ നമുക്കിടാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളെല്ലാം നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് ആ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തീ പ്രത്യേകം ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അരമുറിയേക്കാളും കുറവ് ഒരു പകുതി നാളികേരം എടുത്തിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ച് ഈ ഒരു കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാളികേരം അരച്ച് ചേർക്കുമ്പോൾ കറികൾക്ക് കുറച്ചും കൂടി നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക. നാളികേരം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളികേരപ്പാൽ എടുത്ത് ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഗ്രേവി എന്തോരം വേണമെന്ന് നോക്കിയതിന് ശേഷം മീൻ വേവാനുള്ള എക്സ്ട്രാ വെള്ളവും കൂടി നമ്മൾ മീൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മീൻ പീസുകൾ ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീനായാലും ഈ രീതിയിൽ നമുക്ക് കറി വെച്ച് എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോട്ടെ. അങ്ങനെ ഞാൻ കറിവേപ്പില പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 2 കുടംപുളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി കൊടുക്കുന്നില്ല, പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കറിയെല്ലാം തിളച്ച് മീനൊക്കെ വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറിമാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ വേവാൻ ഒരു 15 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം മീനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കും. അതുപോലെ എരിവും കൂടി ടെസ്റ്റ് ചെയ്യാം. എരിവ് കുറവുണ്ടെങ്കിൽ നമ്മൾ താളിച്ചൊഴിക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഈ മീൻ കറി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ചെറുള്ളി, ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ ചെറിയ പീസ് കറിവേപ്പില ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിയുമ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എരിവ് മുളക് പൊടി ചേർത്തിട്ട് തീ ഓഫാക്കാം. എന്നിട്ട് ആ ഒരു കൂട്ട് മീൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു തനി നാടൻ മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മീൻ കറിയുടെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരാം. മീൻ കറിയുടെ ചൂടൊക്കെ ആറിയതിന് ശേഷം കറി ഒന്നും കൂടി കുറുകി വറ്റുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് വേണം തീ ഓഫാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ട് മീൻ കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ.